പിതാവിൻ്റെ പേര് നാരായണൻ എന്നാണ്. എൻ്റെ മാതാവിൻ്റെ പേര് കാളിക്കുട്ടി എന്നാണ്. നാരായണന് ജനിച്ച നാരായണന്റെ ബീജത്തിലൂടെ കാളിക്കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച പ്രതാപൻ എന്ന പേരുള്ള ഞാൻ എങ്ങനെ ഇസ്ലാമിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചു? ഞാൻ ഒരു കാര്യം ആമുഖമായി പറയുന്നു. ഞാൻ അറിയുന്ന ഇസ്ലാം എന്നതിൻ്റെ കൂടെ ഞാനൊരു വാക്ക് കൂടി ആദ്യമായി എഴുതി ചേർക്കുകയാണ്. എന്നോട് മുജാഹിദിൻ്റെ ഇവിടെ ഇരിക്കുന്ന സംഘാടകരായ ആളുകൾ ക്ഷമിക്കണം. ഞാൻ അറിയുന്ന ഇസ്ലാം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ളൊരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എൻ്റേതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി എൻ്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഞാൻ അറിയുന്ന ഇസ്ലാം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം. എന്തുകൊണ്ട്? ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏകദൈവം എന്ന ഈ ലോകത്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട്, ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിൻ്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന, ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന, ആരാധനയിൽ സമത്വം നൽകുന്ന അത്തരത്തിലുള്ളൊരു വിശ്വാസം, അത് ദരിദ്രനാണോ ധനികനാണോ, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കറുത്തവനാണോ വെളുത്തവനാണോ, അധ്വാനിച്ച് വരുന്ന വിയർപ്പ് കൊണ്ട് അത്തറിൻ്റെ സുഗന്ധമില്ലാത്തവനാണോ, അവൻ ഷർട്ട് ഇട്ടവനാണോ, അല്ലെങ്കിൽ പാൻറ് ഇട്ടവനാണോ, മുണ്ടെടുത്തവനാണോ, പാൻറ് ഇട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി, ഏകദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് തുടങ്ങി, ഏകദൈവത്തിൽ തുടങ്ങി, ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ ഖുർആൻ പിന്നീട് ലോകത്തിന് അരുൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ഒരാളെ ഇസ്ലാമിനെ സ്നേഹിക്കാനും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ അറിയാനും വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, ആധുനിക മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ വെപ്പ്. ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, വോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത്. ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മമെടുക്കുന്നത് മുതൽ പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ഇസ്ലാമിനെ അന്വേഷിച്ച് യാത്ര ചെയ്യാനും ഇടയായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം മുതൽ ഭൗതിക ലോകത്തെ അവന്റെ ജീവിതത്തിന്റെ എല്ലാ രീതികളും, അവന് ഭക്ഷണം മാത്രമല്ല, ആഹാരം മാത്രമല്ല, അവൻ അനുഷ്ഠിക്കേണ്ടി വരുന്ന ഭൗതികമായ മുഴുവൻ ജീവിതങ്ങളും ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശത്താൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ ഭൗതികമായ ഭരണഘടന. ആത്മീയമായ അതിനോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു മനുഷ്യന് ഉള്ള ജീവിതം, യഥാർത്ഥ ജീവിതം എവിടെയാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഭൗതിക ജീവിതം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ ഉത്ഭവം മുതൽ അവന് തൊട്ട് സെറ്റ് വരെ എന്നുള്ള വാചകം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതുവരെയുള്ള ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതചര്യകളെയും ചൂണ്ടിക്കാണിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന്റെ ആദ്യത്തെ സൃഷ്ടിപരമായ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് കൊണ്ട് ആ വിശുദ്ധ ഖുർആനെ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ ഒരു വിശ്വാസിക്ക്, ഒരു ശരിയായ ഒരു ദീനിൽ വിശ്വാസിക്ക്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം പൂർണ്ണമായും മറ്റെന്തിനേക്കാളും അതീതമാണ്, ദൈവനിശ്ചയമായ വഴികളിലൂടെയാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം, നമ്മളൊക്കെ ഈ ലോകത്ത് സോഷ്യലിസം പറയുന്നവരുണ്ട്, മാർക്സിസം പറയുന്നവരുണ്ട്, ഗാന്ധിസം പറയുന്നവരുണ്ട്. ആധുനിക ലോകത്ത് സോഷ്യലിസവും മാർക്സിസവും
ഗാന്ധിസവും ഒക്കെ പറയുന്ന ഈ ലോകത്ത് സമത്വവാദം പറയുന്ന ലോകമാണ്. അതിനുവേണ്ടിയാണ് കോടതികളും പാർലമെന്റുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ ലോകത്ത് എവിടെയും ഉള്ളത്. പക്ഷെ അതിന് മുൻപ് തന്നെ, അതെല്ലാം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യന്റെ മുന്നിൽ ആദ്യമായി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കപ്പെടുന്ന സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായും നിഷ്ഠയുണ്ടാക്കി. സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്ന് പഠിപ്പിച്ച, ദാനം ഉപദ്രവത്തിന്റെ 7 കവാടങ്ങൾ അടയ്ക്കും, ദാനം ഉപദ്രവത്തിന്റെ 7 കവാടങ്ങൾ അടക്കും എന്ന് പഠിപ്പിച്ച, സക്കാത്ത് തടഞ്ഞ കാരണം കൊണ്ടല്ലാതെ കടലിലും കരയിലും ഒരു സമ്പത്തും നശിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ച, ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യന് കൂടി നാളത്തെ മനുഷ്യനും കൂടി വിഭാവനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ കൂടിയാണ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. വേറെ ഈ ലോകത്ത് അതിനുശേഷമാണല്ലോ കാറൽ മാർക്സും ആംഗൽസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വന്നത്. അതിനുശേഷമാണ് ലോകത്ത് വലിയ 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 സാമൂഹ്യ ചിന്തകന്മാരുണ്ടായത്. അതിനുശേഷമാണല്ലോ സമത്വവാദത്തിന് വേണ്ടിയുള്ള ഭരണഘടനകൾ ഉണ്ടായത്. അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ജന്മമെടുത്ത കാലത്ത് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സിദ്ധാന്തം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തിരിക്കണം. അത് ഔദാര്യമല്ല, അത് കിട്ടുന്നവന്റെ അവകാശമാണ്. അത് കൊടുക്കാത്തവന് എൻ്റെ അനുചരനല്ല എന്ന് പഠിപ്പിക്കാൻ കാണിച്ച വിശുദ്ധ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സമത്വവാദ സിദ്ധാന്തമാണ് എന്നെ പോലുള്ള ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ഈ ലോകം ഇന്നും ദാരിദ്ര്യത്തിൻ്റെ ലോകമാണ്. ഇന്നും ലോകം വിശപ്പിൻ്റെ ലോകമാണ്. ആ വിശപ്പിൻ്റെ ലോകത്തിന് മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിലൂടെ നോമ്പെടുക്കുന്നതിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തൻ്റെ അനുചരനല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അയൽവാസിക്ക് തന്നെ നിർവചനം കൊടുത്തു. നമ്മളൊക്കെ ധരിക്കും അയൽവാസി എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസി വേണമെങ്കിൽ മുഹമ്മദാവാം, എൻ്റെ അയൽവാസി വേണമെങ്കിൽ റുക്കിയാവാം, എൻ്റെ അയൽവാസി വേണമെങ്കിൽ നജീബാകാം, എൻ്റെ അയൽവാസി വേണമെങ്കിൽ നാസറാവാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഹേ മനുഷ്യ എന്ന സംബോധനയോടുകൂടി ലോകത്തിന് മുന്നിൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ പറയുന്നു, അയൽവാസി എന്നാൽ നിന്റെ വീടിന്റെ 4 ഭാഗങ്ങളിലുള്ള 40 വീട്ടുകാരാണ് അയൽവാസി എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് 160 അയൽവാസി ഉണ്ടാകും. നിന്റെ വീടിന് ചുറ്റുവട്ടത്തുമുള്ള 4 ഭാഗത്തുമുള്ള 40 അയൽവാസി എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദീനിൽ വിശ്വാസികളായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അയൽവാസികളായി പട്ടിണിയിരിക്കുന്നവൻ 4 ഭാഗത്തുമായി 40 വീട്ടുകാരുണ്ടെങ്കിൽ 160 വീട്ടുകാരൻ അവൻ പട്ടിണിയിരിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തൻ്റെ അനുചരനല്ല, അനുയായിയല്ലെന്ന് പഠിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വിശപ്പിന്റെ സങ്കടം, ഒരു മനുഷ്യന്റെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും യഥാർത്ഥ ഉത്തരം കാണിച്ചു കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ധർമാധിഷ്ഠിതമായ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ട വിശ്വാസമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാമിനെ അറിയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം. ഇന്ന് നമ്മളൊക്കെ മാറി, നമ്മൾ പലരും മാറി. ഈ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ അയൽവാസി പട്ടിണിയിരിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തൻ്റെ അനുചരനല്ല എന്ന് ബോധ്യമായാൽ എന്ത് കാണുന്ന ഒരു ആർഭാടങ്ങളും നടക്കില്ല. ഇന്ന് കാണുന്ന ഒരു തൻ്റെ അയൽപക്കത്ത് വിശന്ന് പട്ടിണിയിരിക്കുന്നവനുള്ളപ്പോഴും, തൻ്റെ അയൽപക്കത്ത് 40 വയസ്സായി വിവാഹം കഴിക്കാത്ത സഹോദരി ഉള്ളപ്പോഴും, എൻ്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ 250 പവന്റെ സ്വർണവും ഏറ്റവും നല്ല BMW കാറും 25,000 പേർക്ക് ഏറ്റവും നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് ആർഭാടപൂർവമായ ജീവിതചര്യ നടത്തുന്ന ആളുകൾക്ക് കൂടി വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നു. നിന്റെ അയൽവാസി പട്ടിണി ഇരിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എൻ്റെ അനുചരനല്ല എന്ന് പഠിപ്പിച്ചത് ആ വിശ്വാസം ലോകത്തിൽ ഇതുപോലെ മനുഷ്യന്റെ മുന്നിലേക്ക് ഹേ മനുഷ്യ എന്ന വിശുദ്ധ ഖുർആന്റെ സംബോധനയുടെ സമത്വവാദം ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റാം?
പക്ഷേ വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ നമ്മുടെ പ്രകൃതി സംരക്ഷണം. വിശുദ്ധ ഖുർആൻ 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് ജന്മമെടുത്തപ്പോൾ തന്നെ പ്രകൃതിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. കസ്തൂരി രംഗനും ഗാഡ്ഗിലും ഒക്കെ വന്നതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്ക് പ്രകൃതി, മണ്ണ് വേണോ, ജലം വേണോ, വായു വേണോ, മരങ്ങൾ വേണോ, ജീവജാലങ്ങൾ വേണോ എന്നൊന്നും നമുക്ക് ചിന്തയില്ല. ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വഴിയൊരുക്കി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും അവസാനമാണല്ലോ ദൈവം പടച്ചവൻ സാക്ഷാൽ അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത്. പടച്ചോൻ നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കാൻ എല്ലാ പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളുടെയും കലവറ നമുക്ക് നൽകിയിട്ടുണ്ടായി. വിശുദ്ധ ഖുർആൻ അത് തിരിച്ചറിഞ്ഞു, പ്രവാചകനിലൂടെ അത് തിരിച്ചറിഞ്ഞു. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ജലം നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒതു എടുക്കേണ്ടി വരും. ആ നിസ്കരിക്കുമ്പോൾ ഒതു എടുക്കുന്നത് ജലമാണല്ലോ. ആ ജലത്തെക്കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കടലിൽ നിന്ന് ഒതു എടുക്കുകയാണെങ്കിൽ പോലും അതിൽ മിതത്വം പാലിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കടലിൽ എത്ര വേണമെങ്കിൽ ഭൂമിയേക്കാളേറെ പരപ്പുള്ള ഈ ലോകത്തിന് വിസ്തൃതിയുള്ള കടലിൽ ആ ഒരു കടൽക്കരയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഒതുവെടുക്കാം. ഒതുവെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയും തൃപ്തിയായില്ല, ഇനിയും വേണമെങ്കിൽ കൈയും കാലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഒതുവെടുത്ത് കഴുകാം. പക്ഷെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നു, കടലിൽ നിന്നും